നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പ്രീമിയർ ലീഗ് വിശകലന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസൺ ഇന്ന് ആരംഭിക്കുന്നു. രാത്രി ഇന്ത്യൻ സമയം 12:30 ആഴ്സണലും കവൻട്രിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആഴ്സണലിൻ്റെ മൈതാനത്താണ് കളി. നിലവിലെ ചാമ്പ്യന്മാർ വളരെ ത്രില്ലിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം കമ്മ്യൂണിറ്റി ഷീൽഡൊക്കെ നേടിയിട്ടാണ് അവർ വരുന്നത്. അതിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ച ഇങ്ങനെ വീണ്ടും പ്രൊമോട്ട് ചെയ്തു വന്ന കവൻട്രിക്കെതിരെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ നമുക്കറിയാലോ, ഈ ഫ്രാങ്ക് ലംപാർഡാണ് കവൻട്രിയെ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് മോശമാക്കാത്ത രൂപത്തിലുള്ളൊരു പോരാട്ടം അവർ നടത്തും. 25 വർഷങ്ങൾക്ക് ശേഷമാണ് കവൻട്രി സിറ്റി ഈ പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്തുന്നത്. അതും നല്ല രൂപത്തിലുള്ള വിജയം കൊണ്ടാണ്. സെക്കൻഡ് പ്ലേസിൽ ഉണ്ടായിരുന്ന ഇപ്സ്വിച്ച് ടൗണിനേക്കാൾ 11 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടാണ് അവർ കടന്നു വരുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ അവർക്കുണ്ട്. എന്നാൽ പോലും നിലവിൽ തൊട്ടാൽ പൊള്ളുന്ന ഫോമിൽ നിൽക്കുന്ന ആഴ്സണലിനെ എങ്ങനെ അവർ പരാജയപ്പെടുത്തും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം, കമ്മ്യൂണിറ്റി ഷീൽഡിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ വിജയിച്ച് കയറിയത്. മാഞ്ചസ്റ്റർ സിറ്റി എല്ലാ അർത്ഥത്തിലും തകർത്തിട്ടുണ്ടായിരുന്നു ആഴ്സണൽ. അതിൻ്റെ ഒരു ആവേശം അവരിലുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതേസമയം ബ്ലൂസ് കവൻട്രി സിറ്റി പ്രീ സീസണിൽ മോശമല്ലാതെ തന്നെ കളിച്ചിട്ടുണ്ട്. എസ്പാന്യോളിനെതിരെ 3-1, മൊണോക്കോക്കെതിരെ 2-0 ഇങ്ങനെയുള്ള വിജയങ്ങൾ അവർ നേടിയിട്ടുണ്ട് അവസാനത്തെ 2 പ്രീ സീസൺ മത്സരങ്ങളിൽ. എന്നാൽ പോലും ആർട്ടിറ്റയുടെ ടീമിൻ്റെ പൊട്ടൻസിയെ അവർ ഭയക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഒരു കംഫർട്ടബിൾ ഹോം വിന്ന് ആഴ്സണൽ നേടും എന്നുള്ള പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ആരാധകരുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആർട്ടിറ്റ കുറേ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്തുന്നുണ്ട്. അതായത് ലൂയിസ് കെല്ലി വിട്ടു പോകുന്നില്ല, അദ്ദേഹം ആഴ്സണലിൽ തന്നെ തുടരും, 100% എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ബ്രൂണോ ഗുയിമാരസിൻ്റെ കാര്യം. ബ്രൂണോ ഗുയിമാരസ് ആർട്ടിറ്റ ഏറെ ആഗ്രഹിച്ച് ടീമിലേക്ക് കൊണ്ടുവന്ന ഒരു കളിക്കാരനാണ്. പക്ഷേ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ ആദ്യ പകുതി മാത്രമേ കളിച്ചുള്ളൂ. ചെറിയ പരിക്കിൻ്റെ പ്രശ്നമുണ്ട്. ഇന്ന് കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനെക്കുറിച്ച് ഇന്നലെ ആർട്ടിറ്റ പറഞ്ഞത് നോക്കാം, നമുക്ക് അദ്ദേഹം നന്നായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്, നോക്കാം എന്നാണ് പറഞ്ഞത്. ആ സമയം റൈസും സാക്കയും ഇന്നുണ്ടാകും എന്ന് തന്നെ, അവർ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ് എന്നാണ് ഇന്നലെ കോച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചില സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇനിയും നടക്കും. ഇപ്പോൾ കൊൻസ എത്തുന്നു ഡിഫൻസ് ശക്തമാക്കാൻ വേണ്ടിയിട്ട്. സാലിബയുടെ പരിക്ക് കുറച്ചധികം നാളുകൾ കൂടി വേണ്ടി വരും അദ്ദേഹത്തിന് തിരികെ വരാൻ. അപ്പോൾ ഗബ്രിയൽ മെഗല്ലസിൻ്റെ കൂടെ ആരുണ്ടാകും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ വരുന്നുണ്ട്. പിന്നെ മാർട്ടിനെല്ലി, ഗബ്രിയൽ ഹീസസ് തുടങ്ങിയവരൊക്കെ ക്ലബിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇടതുപാർശ്വത്തിൽ ആര് കളിക്കും എന്നുള്ളതാണ് ചോദ്യം. സോലിസ് ഇപ്പോൾ വന്നിട്ട് നല്ല രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് വേണം കരുതാൻ. അപ്പോൾ മൊത്തത്തിൽ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവർ കവർ ചെയ്തിട്ടാണ് വരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എല്ലായ്പ്പോഴും നമ്മളൊക്കെ നോക്കാറുള്ളൊരു കാര്യമാണല്ലോ ഹെഡ് ടു ഹെഡ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ഹെഡ് ടു ഹെഡ് നോക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. 25 കൊല്ലം പുറകോട്ട് പോകണം ഈ 2 ടീമുകൾ ഏറ്റുമുട്ടിയതിൻ്റെ കണക്കെടുക്കണമെങ്കിൽ. ആ സമയത്ത് വെറുതെ ഒന്ന് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് കവൻട്രി സിറ്റിക്കെതിരെ 2001 ഫെബ്രുവരിയിലാണ് ആഴ്സണൽ കളിക്കുന്നത്. അന്ന് 1-0 വിജയമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ബ്ലൂസ് നല്ല രൂപത്തിൽ കാര്യങ്ങൾ നടത്തിയ കാലമുണ്ട്. 1993-94 സീസൺ ഡബിൾ അവർ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2 മത്സരങ്ങളും അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരേ ഒരു മത്സരം മാത്രമാണ് അവരുടെ 14 ടോപ്പ് ഫ്ലൈറ്റ് ഏറ്റുമുട്ടലുകളിൽ അവർ നേടിയിട്ടുള്ളത് ആഴ്സണലിനെതിരെ. അതായത് 5 സമനിലകളും 8 പരാജയങ്ങളും അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരേ ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതുണ്ട്. അത് 1999 ബോക്സിംഗ് ഡേയിൽ 3-2 കവൻട്രി സിറ്റി ആഴ്സണലിനെ തോൽപ്പിച്ചാണ്. അതായത് അത് പഴയ ചരിത്രമാണ്. പിന്നെ കുറേ കാലത്തിന് ശേഷം പ്രീമിയർ ലീഗിലേക്ക് തിരികെ വരികയാണ്. പക്ഷേ പഴയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും അതിലും ആഴ്സണലിന് തന്നെയാണ് ആധിപത്യം എന്നുള്ളത് സുവ്യക്തമാണ്. അതവർ ഇന്ന് തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് നമുക്ക് കാണുന്നത്. ഇനി 2 ടീമിൻ്റെയും ലൈനപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് വരികയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്.
ആഴ്സണൽ അവരുടെ ഏറ്റവും സ്ട്രോങ് നിരയെ കൊണ്ട് തന്നെ ഈ ഒരു കളിക്കിറങ്ങാനാണ് സാധ്യത. അപ്പോൾ അത് ആഴ്സണലിൻ്റെ ടീം ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വില്യം സാലിബ, ജൂലിയൻ ടിംബർ ഇവർ അൺഅവൈലബിൾ ആണ്, അവർ ഇഞ്ചോർഡാണ്, അവർ അൺഅവൈലബിൾ ആണ്. ബുക്കായോ സാക്ക എന്തായാലും സ്റ്റാർട്ടിംഗ് 11ലേക്ക് മടങ്ങിയെത്താൻ റെഡി ആയിട്ടുണ്ട്. ഡെക്ലാൻ റൈസ് മടങ്ങി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒരു പക്ഷേ ഇനി അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബ്രൂണോ ഗുയിമാരസിൻ്റെ കാര്യത്തിൽ ഇനിയും സംശയങ്ങളുണ്ട്, പക്ഷെ അദ്ദേഹം കളിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. കവൻട്രിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹാജി റൈറ്റ്, ല്യൂക്ക് വൂൾഫെൻഡൻ എന്നിവരൊക്കെ റൂൾഡ് ഔട്ടാണ്. അതേസമയം ജാക്ക് റുഡോണി, പിന്നെ ഫ്രാങ്ക് ഒനിയേഗ അവർ ഇന്ന് ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയരാകും, അവർ കളിച്ചേക്കാം. അതേസമയം കവൻട്രിയുടെ പല താരങ്ങളും ഇന്ന് ഡെബ്യൂ ചെയ്യാൻ പോവുകയാണ് പ്രീമിയർ ലീഗിൽ എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ ഒരു ആവേശത്തിൽ അവർ കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ടീം ന്യൂസ് എന്നുള്ളത്. ആഴ്സണലിൻ്റെ 11 ഓൾമോസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഷീൽഡിലൊക്കെ എങ്ങനെ കളിച്ചു അതുപോലെ തന്നെ അവർ ടീമിന് ഇറക്കാൻ തന്നെയാണ് സാധ്യത. അല്ലറ ചില്ലറ മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സാക്കയാണോ മഡൂക്കാണോ എന്ന കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ളൊരു ടീമും കൊണ്ട് തന്നെ ആറ്റിട്ട് ഇറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ഗോൾ കീപ്പറായിട്ട് റയയാണ് നമ്മൾ എന്തായാലും ഉറപ്പാണല്ലോ, അദ്ദേഹം തന്നെ ഗോൾ കീപ്പറായിട്ടുണ്ടാവും. ഡിഫൻസിൽ ഗബ്രിയലിൻ്റെ കൂടെ മൊസ്കേറ തന്നെ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സെൻട്രൽ ബാക്ക്വാർഡർ റൂളിൽ. ദെൻ കലാഫിയോളി കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, അദ്ദേഹം തുടരും ഇടതുപാർശ്വത്തിൽ. വലതുപാർശ്വത്തിൽ RB ആയിട്ട് വൈറ്റിനെ പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിലേക്ക് വരുമ്പോൾ CDM-ആയിട്ട് ഗുയിമാരസ് കളിക്കും എന്ന് തന്നെ ഞാനങ്ങ് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്നലെ കോച്ച് പൂർണ്ണ തോതിലുള്ള ഉറപ്പ് തന്നിട്ടില്ലെങ്കിലും അദ്ദേഹം റിക്കവർ ആവും, കളിക്കും എന്ന് തന്നെ വേണം കരുതാൻ. പിന്നെ ഡെക്ലാൻ റൈസും ഓഡേഗാർഡും ഉണ്ടാവും. ഓഡേഗാർഡിന് ഇത്തവണയും വളരെ സുപ്രധാനമായിട്ടുള്ള റോള് വഹിക്കാനുണ്ട്. മുന്നേറ്റത്തിൽ ഹവേർട്സോ ഗ്യോക്കറസോ ഗോളടിക്കാൻ ഹവേർട്സ് തന്നെ വരാനാണ് സാധ്യത. ഗ്യോക്കറസിൻ്റെ പ്ലേയിങ് ടൈം വല്ലാതെ റെസ്ട്രിക്റ്റഡ് ആവാൻ ഇത്തവണയും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മൂവൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ മൂവ് നടക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ബാഴ്സയ്ക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. ഏതായാലും ഗ്യോക്കറസ് അല്ലാതെ ഹവേർട്സ് തന്നെ ഇറങ്ങാനാണ് സാധ്യത. ഇരുപാർശ്വങ്ങളിലായിട്ട് സോലിസ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ഇടതുപാർശ്വത്തിൽ അദ്ദേഹം തന്നെ ഇറങ്ങും എന്ന് കരുതുന്നു. വലതുപാർശ്വത്തിൽ സാക്ക വന്നേക്കും. ഇനി സാക്ക ഇല്ലെങ്കിലും മഡൂക്കിനെ പ്രതീക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ട് ആഴ്സണൽ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് എന്തായിരിക്കും? പല ഫുട്ബോൾ വിദഗ്ധരും പലതരത്തിൽ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ആഴ്സണലൊരു ഗംഭീരമായിട്ടുള്ള വിജയം എമിറേറ്റ്സിൽ നേടിയെടുക്കുമെന്ന് തന്നെയാണ് മിക്കവരും പറഞ്ഞത്. അതേസമയം ചെറുതു നിൽക്കും, നിങ്ങൾ കവൻട്രി അങ്ങനെ ചെറുതായി കാണണ്ട. എന്നാൽ ആർട്ടിറ്റ പറഞ്ഞത് കൂടി പലരും എടുത്തു പറയുന്നത്. കാരണം ഫ്രാങ്ക് ലംപാർഡ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സർവ്വം കൊടുക്കുന്ന ഒരു കോച്ചാണ്. അപ്പോൾ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ളതും നല്ല കാര്യങ്ങളാണ്, നല്ല രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ റിസൾട്ടാണ് കവൻട്രി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോവാതെയുള്ളൊരു പെർഫോമൻസ് അവർ നടത്തും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1-0 ആഴ്സണൽ ജയിച്ചേക്കും എന്ന് പറയുന്ന വിദഗ്ധരുമുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് എന്തായാലും എൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത് ആഴ്സണൽ ഗംഭീരമായിട്ട് ജയിക്കും. ഏകപക്ഷീയമായ 3 ഗോളിൻ്റെ വിജയത്തോടു കൂടി ഒരു കിടിലൻ തുടക്കമിടുമെന്നാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, റാഫ് ടോക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മെയിൻ ചാനൽ പെട്ടെന്നുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. അതേസമയം വിശകലനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലൂടെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണാണ്, അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ഇടുകയും ചെയ്യാം. ഈ സീസൺ നമുക്ക് ഇങ്ങനെ അനാലിസിസുകളും വിശകലനങ്ങളും ഒക്കെ ആയിട്ട് പൊളിച്ചെടുക്കണം. ഏതായാലും അടുത്ത ഒരു വിശകലനവുമായിട്ട് ഉടൻ തന്നെ കാണാം.